സർക്കാർ കോടതിയിൽ നീതിപൂർവമായി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോഴും? സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ ശത്രുതാപരമായ നിലപാട് സർക്കാർ സ്വീകരിച്ചാൽ എന്തായിരിക്കും നിങ്ങളോട് അതിനോടുള്ള പ്രതികരണം? കോടതിയിൽ ഇനി എന്ത് ഇതെടുക്കാനാണ്? ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ. അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. അത് സർക്കാരിൽ നിന്നും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. റിവ്യൂ ഹർജി നൽകിയിട്ടുണ്ടല്ലോ, നമ്മുടെ തീരുമാനത്തെ എതിർക്കുന്നതല്ലേ? എന്നാലും എനിക്ക് ഹൈക്കോടതിയിലല്ലേ അത് പോയിരിക്കുന്നത്. നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ഒരു പൗരനാണല്ലോ. അപ്പോൾ അതിൽ നിന്നും എനിക്ക് നീതി തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? കോടതിയലക്ഷ്യ ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ, അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ. ഇല്ല, അത് മുന്നോട്ട് പോകും. കാരണം 6 ദിവസം ഞാനിവിടെ വെയിലത്തിരുന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഈ പുനഃപരിശോധന ഹർജിയിൽ സർക്കാർ പറയുന്നത് 18 പേർക്ക് ഈ PBNDയേക്കാൾ അർഹതയുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ ഞാനെന്ത് പറയാനാ? ആ 18 പേര് എൻ്റെ ജൂനിയേഴ്സാണ്. അപ്പം സീനിയറായി എന്നെ നിർത്തിയിട്ട് ഹൈക്കോടതിയുടെ വിധിയും മാനിക്കാതെ ആ 18 പേരെയും ഈ ഒരു വേക്കൻസിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ സമരത്തിനെതിരെ ഭരണാനുകൂല സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അത് ആശങ്കയുണ്ടോ? അതിനൊരു ആശങ്കയുണ്ട്. ഇനി സർക്കാരിനോട് വിശദീകരണ യോഗം ഒരു പ്രകടനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ ജോലിക്ക് കയറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായില്ലേ? ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ. ഇനി ഒരു 6 വർഷം സർവീസ് ഉണ്ട്. അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാരിനോട് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണ്? സർക്കാർ നീതിയുടെ കൂടെ എപ്പോഴും നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും അവിടുത്തെ ഓരോ ജീവനക്കാരുടെയും, താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ്. അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട്. അപ്പോൾ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം. ഒരാൾക്ക് വേണ്ടിയും ഈ ഇത് മാറ്റാൻ പാടില്ല. അപ്പോൾ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുള്ളപ്പം ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതെങ്കിലും ജീവനക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇല്ല, ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സർക്കാർ അപ്പം ആ രീതിയിലാണ് താങ്കളെയും ഈ ഇതിൽ പെടുത്തിയിരിക്കുന്നതെന്നാണ് മന്ത്രിയുടെ ഒക്കെ അടക്കം വിശദീകരണം. കാരണം ഒരു സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് കോടതിയിൽ തെളിയിക്കട്ടെ. എൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ട് കോടതിയിൽ തീരുമാനിക്കട്ടെ. ഈ 6 ദിവസം മാത്രമല്ല, ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയിട്ട് മാസങ്ങളായി. അതെ, 2.5 മാസത്തോളം ഞാൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവിലായിരുന്നു. അപ്പോൾ ദീർഘനാളത്തെ പോരാട്ടമാണ്. അതിനുശേഷം ജോലിയിൽ കയറുമ്പോൾ സന്തോഷമുണ്ട്. 1 വർഷമായിട്ട് ഞാൻ ഈ പോരാട്ടത്തിൽ തന്നെയാണ്.